പ്രിയമുള്ളവരെ, ഒരിക്കൽ ഒരു മനുഷ്യൻ തൻ്റെ കാറുമായിട്ട് സന്ധ്യാസമയത്ത് ഒരു ഉയർന്ന മലമ്പ്രദേശത്തുള്ള റോഡിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല കൊടും വളവുകളുള്ള ആ റോഡിലൂടെ അദ്ദേഹത്തിൻ്റെ യാത്ര ദുഷ്കരമാണ്, രാത്രിയാണ്. എന്നാൽ കുറേ സമയം യാത്ര ചെയ്ത് ആ വാഹനം മുമ്പോട്ട് പോയി. അബദ്ധവശാൽ തൻ്റെ വാഹനം പെട്ടെന്നൊരു അപകടത്തിൽപ്പെട്ട് ചെങ്കുത്തായ കൊക്കയിലേക്ക് മറിയാനിടയായിരുന്നു. അപ്പം മറിഞ്ഞ ആ വാഹനം പെട്ടെന്ന് തിരിഞ്ഞും മറിഞ്ഞ് താഴേക്ക് പതിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഡോർ എങ്ങനെയോ തുറന്ന് ഈ മനുഷ്യൻ പുറത്തോട്ട് തെറിച്ച് ഈ ചെരുവിലൂടെ ഉരുണ്ട് താഴേക്ക് പതിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യനെ എവിടെയോ തൻ്റെ കൈ ഒരു വള്ളിയിലാണ് പിടികിട്ടി. അതിൽ അദ്ദേഹം ബലമായിട്ട് പിടിച്ച് തൂങ്ങിക്കിടന്നു. സന്ധ്യാസമയമാണ്, പരസ്പരം കാണാൻ കഴിയില്ല, ഇരുട്ടാണ്. എന്നാൽ അദ്ദേഹം വളരെ വേദന കൊണ്ടും പേടി കൊണ്ടും ആ വള്ളിയിൽ തന്റെ ബലം മുഴുവൻ എടുത്ത് തൂങ്ങിക്കിടക്കുക. അപ്പൊ ആ പ്രത്യേകമായ സാഹചര്യത്തിൽ താൻ അനുഭവിച്ച ആ ഭയാനകമായ അവസ്ഥയിൽ കിടന്നുകൊണ്ട് താനിങ്ങനെ വിലപിക്കുമ്പോൾ താൻ ഒരു ശബ്ദം കേൾക്കുകയാണ്. പ്രിയ സഹോദര, നിന്റെ കൈ ഒന്ന് വിട്, നിന്റെ കൈ വിട്, നീ പിടിച്ചിരിക്കുന്ന വള്ളിയിൽ നിന്ന് നിന്റെ കൈ വിട്. പക്ഷെ കേട്ട ശബ്ദത്തിന് താൻ വളരെ പ്രാധാന്യമൊന്നും കൊടുത്തില്ല. കൈ വിടാനോ ഉപേക്ഷിക്കാനോ പുള്ളി തയ്യാറായില്ല. അതിൽ തന്നെ പിടിച്ചു കിടന്നു. സമയം മുമ്പോട്ട് പോയി. ചുരുക്കി പറഞ്ഞാൽ ആ കിടപ്പ് അങ്ങനെ തൂങ്ങിക്കിടന്നു. നേരം പുലർന്നു. ആ സന്ധ്യയുടെ അല്ലെങ്കിൽ ഇരുട്ടിന്റെ ആ മറ മാറി വെളിച്ചം പതുക്കെ തുടങ്ങി. വെളിച്ചം വന്നപ്പോഴാണ് അദ്ദേഹത്തിന് ആ കേട്ട ശബ്ദത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കിയത്. അതായത് താൻ തൂങ്ങി കിടക്കുന്ന വള്ളിയിൽ കൈകളിൽ ഇങ്ങനെ തൂങ്ങി കിടക്കുമ്പോൾ തന്റെ കാല് വന്ന് നിൽക്കുന്നത് എന്ന് പറയുന്നത് താഴത്തെ നിരയിലുള്ള റോഡിനോട് ഏകദേശം ഒരടി പൊക്കത്തിൽ മാത്രം. എന്ന് പറഞ്ഞാൽ ആ കൈ വിട്ടാൽ ജസ്റ്റ് ആ റോഡിലേക്ക് വന്ന് അദ്ദേഹം നിൽക്കും, ഒരു പരിക്കും കൂടാതെ. പക്ഷെ സന്ധ്യ ആയതുകൊണ്ട്, രാത്രി ആയതുകൊണ്ട് കൈവിട് എന്ന് പറഞ്ഞ ശബ്ദത്തിന് താൻ പ്രാധാന്യം കൊടുത്തില്ല. നേരം വെളുത്തപ്പോഴാണ് താൻ ആ കിടന്ന കിടപ്പിന്റെ ആ ഒരു അവസ്ഥയിൽ താൻ കൈവിട്ടിരുന്നെങ്കിൽ സുഖമായിട്ട് ആ റോഡിൽ വന്ന് നിൽക്കുന്ന ഒരു ലെവലിലേക്ക് താൻ ആയേനെ എന്ന് മനസ്സിലാക്കിയതും, ആ ഇരുട്ടുള്ള സമയത്ത് തന്നോട് ആരോ ചെവിയിൽ മന്ത്രിക്കുന്നത് പോലെ കൈവിട് എന്ന് പറഞ്ഞതും അതിന്റെ പ്രാധാന്യമൊക്കെ പുള്ളി മനസ്സിലാക്കിയത് അന്നേരം. പ്രിയമുള്ളവരെ, നമ്മൾ എത്രയോ സാഹചര്യങ്ങളിൽ ഇതുപോലെയുള്ള പ്രയാസങ്ങളിലൂടെ, പ്രതികൂലങ്ങളിലൂടെ കടന്നുപോയി. തകർന്നു പോകുമോ എന്ന് ചിന്തിച്ചതായ സമയങ്ങളുണ്ട്. നമ്മൾ മുഴുവനായി ഇല്ലാതായി പോകുമോ എന്ന് ചിന്തിച്ചതായ സാഹചര്യങ്ങളുണ്ട്. അപ്പോഴൊക്കെ ഒരു പക്ഷെങ്കിൽ നമ്മുടെ രക്ഷയ്ക്ക് മുഖാന്തരമായിട്ട് രക്ഷപ്പെടാനുള്ള മാർഗ രൂപേണ കേൾക്കുന്ന ശബ്ദത്തിന് നമ്മൾ പ്രാധാന്യം കൊടുക്കാറില്ല. കാരണം കാഴ്ചപ്പാടില്ലെന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഇരുട്ട് മാറി വെളിച്ചം വന്നപ്പോഴാണ് യഥാർത്ഥമായിട്ട് അതിന്റെ ഒറിജിനാലിറ്റി പുള്ളിക്ക് മനസ്സിലായത്. ഇതുപോലെ നമ്മുടെ ജീവിതവും പലപ്പോഴും രക്ഷയ്ക്ക് വേണ്ടി, രക്ഷപ്പെടാനുള്ള മാർഗം നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു വരുമ്പോൾ അതിനെ കാണാൻ നമുക്ക് കാഴ്ചപ്പാട് ക്ലിയർ അല്ല. എനിക്ക് സന്ദേശത്തിലൂടെ നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ കാഴ്ചപ്പാട് മാറിയാൽ, നമ്മുടെ കാഴ്ചപ്പാട് ശരിയായാൽ പലപ്പോഴും നമ്മൾ അനുഭവിക്കുന്ന പല ദുഃഖങ്ങളിൽ നിന്ന് മോചനം നേടാനുള്ള ഒരു വഴിയായിട്ടത് മാറും. കാഴ്ചപ്പാട് ക്ലിയർ ആകാത്തത് കൊണ്ടാണ് പലതും നമുക്ക് കേൾക്കുമ്പോൾ ഉൾക്കൊള്ളാൻ കഴിയാത്തത്, കേൾക്കുമ്പോൾ പലതും അതിനെ അംഗീകരിക്കാൻ കഴിയാത്തത്, കേൾക്കുമ്പോൾ പലതും അതിന്റെ പ്രാധാന്യം എടുത്ത് അല്ലെങ്കിൽ അത് ഉൾക്കൊണ്ട് അതിനെ നമ്മുടെ ഉള്ളിലേക്ക് ചേർക്കാൻ കഴിയാത്തത്. കാഴ്ചപ്പാട് മാറുമ്പോഴാണ് അയ്യോ, ആ ഒരു ഉപദേശം, ആ ഒരു സന്ദേശം, ആ ഒരു വാക്ക്, ആ ഒരു സംസാരം എനിക്കൊരു പോസിറ്റീവ് ആയിരുന്നല്ലോ, നന്മയായിരുന്നല്ലോ, സന്തോഷമായിരുന്നല്ലോ, അതെനിക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് നമുക്ക് മനസ്സിലാകുന്നത് നമ്മുടെ കാഴ്ചപ്പാട് മാറുമ്പോഴാണ്. നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറ്റാൻ നമുക്ക് ശ്രമിക്കാം. പലപ്പോഴും ഇരുളുപോലെയുള്ള അല്ലെങ്കിൽ കാണാൻ കഴിയാത്ത മേഖലകളാക്കി നമുക്ക് മുമ്പിലുള്ള വാതിലുകളും നന്മയുടെ വശങ്ങളും ഉയർച്ചയും വളർച്ചയൊക്കെ
തടഞ്ഞുകൊണ്ട് ഇരുട്ടിന്റെ രൂപത്തിൽ പലതും വന്ന് നമ്മുടെ കാഴ്ചപ്പാടിനെ മറയ്ക്കുമ്പോൾ ആ മറ നീക്കി കാണാൻ കഴിയുന്ന, വിശ്വസിക്കാൻ കഴിയുന്ന, ഏറ്റെടുക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ അനുസരിക്കാൻ കഴിയുന്ന ഒരു തലത്തിലേക്ക് മാറാനുള്ള ഒരു വ്യക്തിയായിട്ട് നമുക്ക് മാറാൻ കഴിയട്ടെ. അങ്ങനെ ഒരു വ്യക്തിയായിട്ട് നമുക്ക് രൂപാന്തരപ്പെടാൻ കഴിഞ്ഞാൽ, പ്രിയമുള്ളവരെ, നമ്മുടെ അസാധ്യതകളെ സാധ്യമാക്കാൻ കഴിയുന്ന ഒരു ദൈവം നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ള ഒരു ഉറപ്പിലൂടെ, ഒരു നല്ല കാഴ്ചപ്പാട് പ്രാപിച്ചുകൊണ്ട് നമ്മുടെ മുമ്പിൽ വരുന്ന പ്രതിസന്ധികളെ കൃത്യമായി നേരിട്ട് വിജയത്തിന്റെ തുമ്പിലെത്തുവാൻ ദൈവം നമുക്ക് ഓരോരുത്തർക്കും കൃപ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഗോഡ് ബ്ലസ് യു.